In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബ്ലെസ്സിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുന്നമേ അരോമ ടി വിയുടെ ഇംഗ്ലീഷ്, ഹിന്ദി പ്ലാറ്റ്ഫോമിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസി സാക്ഷി പറയുകയുണ്ടായി. കർത്താവിൻ്റെ ദാസിക്ക് മലയാളത്തിൽ വേണ്ട വിധത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടെസ്റ്റ് മണി എടുത്തത്. എന്നാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആ സാക്ഷ്യം കേട്ടപ്പോൾ അത് മലയാളത്തിൽ കൂടി മലയാളികളായ പ്രിയപ്പെട്ടവർക്ക്, പ്രേക്ഷകരുടെ അടുക്കിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ സിസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ പരിണിതഫലമായിട്ട് ഇന്ന് പ്രിയ ബ്ലെസ്സി സിസ്റ്റർ അരോമ ടിവിയുടെ മലയാളി ശ്രോതാക്കളോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. മലയാളം പറയുന്ന പല സന്ദർഭങ്ങളിലും അതിനിടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ സദയം ക്ഷമിച്ച് ശ്രദ്ധയോടെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ഇടയായി തീരുമാറാകട്ടെ. കോവിഡ് കാലത്ത് തൻ്റെ ജീവിത പങ്കാളിയായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബോബി ചെല്ലപ്പൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ വേല തികച്ച് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ക്രൈസ്തവ ലോകത്തിൽ വളരെ ഏറെ ശ്രദ്ധേയനായിരുന്ന ദൈവകൃത്യൻ്റെ ഭാര്യയാണ് സിസ്റ്റർ ബ്ലെസ്സി. പ്രിയ കർത്താവിൻ്റെ ദാസി ഓഡിയോ ബൈബിൾ ആപ്ലിക്കേഷനുകളിലൂടെ വളരെ ശ്രദ്ധേയയാണ്. തൻ്റെ ശബ്ദം ബൈബിൾ മുഴുവനുമായിട്ട് വായിച്ച് ഓഡിയോ ശബ്ദമായിട്ട് ആപ്ലിക്കേഷനുകൾ ഇന്ന് നമുക്ക് പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമാണ്. അത് വളരെ ഏറെ ഹൃദ്യമായ ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ദാസി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും അറിയാത്ത അനേക പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ വചനം അത് മുഖാന്തരം എത്തിക്കുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത ഭാഷകളിൽ പ്രിയപ്പെട്ടവർ ബൈബിൾ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ ചില അനുഭവങ്ങളും നമുക്ക് കേൾക്കാം. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും കർത്താവിൻ്റെ ദാസി പ്രിയ ബ്ലെസ്സി ജിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് സമയത്തിലൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടുകൂടെ പാസ്റ്റർ ഡാനിയൽ ജോണിനും അരോമ ടി വിയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് ബ്ലെസ്സി ജിജു എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ ജിജു മാത്യു. ഞങ്ങൾ അങ്കമാലി സിറ്റി ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. ആൻഡ് ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. മൂത്ത കൊച്ചിൻ്റെ പേര് കരിസ്മ ബാംഗ്ലൂരിൽ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ 2 പേര് സാമുവൽ ആൻഡ് സാറ. അവർ 2 പേരും ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നു. എൻ്റെ പേരൻസിൻ്റെ പേര്, പപ്പയുടെ പേര് കൃഷ്ണൻകുട്ടി, മമ്മിയുടെ പേര് രാധ. അവർ ബോംബെയിലാണ്. പപ്പ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ആൻഡ് എനിക്ക് 2 അനിയത്തിമാരുണ്ട്. എൻ്റെ ഇളയ അനിയത്തിയുടെ പേര് ബിന്ദു ഫെബിൻ. അവർ ഫാമിലിയായിട്ട് UK-യിലുണ്ട്. അതിനിളയത് ഒരു അനിയത്തിയുണ്ട്. അവളുടെ പേര് ബിൻസി ജോബി എന്നാണ്. അവൾ ഫാമിലിയായിട്ട് US ഫ്ലോറിഡയിലുണ്ട്. ദൈവം സഹായിച്ച് ഞങ്ങളെല്ലാവരും ഈ കർത്താവിനെ അറിയാൻ ഞാനൊരു 5 വയസ്സുള്ളപ്പോഴായിരുന്നു ഞങ്ങൾക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആൻഡ് എനിക്ക് നന്നായിട്ട് മലയാളം അറിയത്തില്ലെങ്കിലും അറിയാവുന്ന മലയാളത്തിൽ ഞാൻ പറയുവാണ്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. ആൻഡ് ഞാൻ 5 ഇയേഴ്സ് ആയിരിക്കുമ്പോൾ 5 വയസ്സുള്ളപ്പം എൻ്റെ ഫാദറിന് കിഡ്നി ഫെയിലായി.
ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫാദറിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. വി ആർ ഫ്രം എ ഹിന്ദു ഫാമിലി. എന്നിട്ട് 5 വയസ്സുള്ളപ്പോൾ പപ്പയ്ക്ക് കിഡ്നി ഫെയിൽ ആയി, ലിവർ ഡാമേജ് ആയി. അങ്ങനെ ബോംബെ ഹോസ്പിറ്റൽ, ഞാൻ ബോംബെയിലാണ് ജനിച്ച് വളർന്നത്. അപ്പം പപ്പയ്ക്ക് ബോംബെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മമ്മി കൊണ്ടുപോയിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു പപ്പയ്ക്ക് എൻ സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആൻഡ് എൻ സ്റ്റേജ് ലിവർ ഡിസീസ് ആണ്. അതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. യു ക്യാൻ ടെൽ യുവർ റിലേറ്റീവ്സ് അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് മമ്മിക്ക് റിപ്പോർട്ട് കൊടുത്തു. അപ്പം മമ്മി ആ റിപ്പോർട്ട് കൊണ്ട് ഒത്തിരി ഡിപ്രസ്ഡ് ആയി. കാരണം മമ്മി ബോംബെയിലുള്ള എല്ലാ അമ്പലത്തിലും പപ്പയ്ക്ക് വേണ്ടി ഇങ്ങനെ നേർച്ച നേർന്നിരുന്നു. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ റിപ്പോർട്ടുമായിട്ട് ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനിൽ വരുമായിരുന്നു ട്രെയിനിൽ വീട്ടിൽ വരാൻ വേണ്ടി. അപ്പം വഴിയിൽ ഇങ്ങനെ ഓർത്തു, ഹസ്ബൻഡ് ഇപ്പം മരിക്കാൻ ആണല്ലോ, ഇനി ഇങ്ങനെ ഒരു വിധവായിട്ട് ജീവിക്കുന്നതിൽ എന്താ വെച്ചിരിക്കുന്നത്, ഞാൻ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പേ ഞാൻ മരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സൂയിസൈഡ് പ്ലാൻ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇന്ന് വീട്ടിൽ പോകാൻ നേരത്ത് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പം ഞാൻ 5 വയസ്സുണ്ട് എനിക്ക്, എൻ്റെ അനിയത്തിക്ക് 2.5 വയസ്സുണ്ട്. വീട്ടിൽ അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പം മമ്മി ഓർത്തു അമ്മച്ചി പിള്ളേരെ നോക്കിക്കോളും. അങ്ങനെ ഒരു വിചാരം കൊണ്ട് ഇങ്ങനെ ആസാദ് മൈതാൻ എന്ന് പറഞ്ഞൊരു മൈതാനം ക്രോസ് ചെയ്തിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ വരാൻ. പക്ഷെ ഒരു പകുതി വഴി വന്നപ്പം മമ്മി ഒരു ശബ്ദം കേട്ടു, യേശു രോഗികളെ സൗഖ്യമാക്കും. അത് മമ്മി നല്ല ഒരു ക്ലിയർലി ആ ശബ്ദം കേട്ടു. ആരും പുറകിൽ നിന്ന് ഒരു മനുഷ്യൻ പറയുന്ന പോലെ. അപ്പം മമ്മി പുറകിൽ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത് ആരാ പറഞ്ഞേ. പക്ഷേ ആ മൈതാനത്തിൽ അന്ന് കുറേ ദൂരം വരെ നോക്കിയിട്ടും ആരും ഇല്ലായിരുന്നു. മമ്മിക്ക് യേശുവിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഇത്ര അറിയാം, ക്രിസ്ത്യൻസിന്റെ ഗോഡാ. മമ്മിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്. അവർ ഞങ്ങൾ ഹിന്ദുസ് ആയിരിക്കുമ്പോൾ തന്നെ ആ ആൻറ്റിയെ എനിക്ക് പേര് ബ്ലെസ്സി എന്ന് വെച്ചേ. ആ ആൻറ്റി മമ്മിക്ക് ഒരു ന്യൂ ടെസ്റ്റമെന്റ് ഗിഡിയൻസ് ബൈബിൾ കൊടുത്തിരുന്നു. അത് മമ്മി ഒരിക്കലും വായിച്ചിട്ടില്ല, തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ആ മൈതാനത്തിൽ വെച്ച് മമ്മിക്ക് ഓർമ്മ വന്നു, ആ ബുക്കിൽ ആ ആൻറ്റി തന്ന ബുക്കിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശു ആരാ, യേശുവിനെ കുറിച്ച് ഇനി അറിയണം, ആരാ എൻ്റെ ഹസ്ബൻഡിനെ ലൈക്ക് സേവ് ചെയ്യാൻ ഒക്കുന്നേ, അത് അറിയാൻ വേണ്ടി മമ്മി പറയുന്നത്, ഞാൻ ആ ശബ്ദം കേട്ട ഉടനെ എൻ്റെ മനസ്സിലുള്ള ആ വറിയും ടെൻഷൻ ഡിപ്രഷൻ അതെല്ലാം മാറി, ആ സൂയിസൈഡൽ തോട്ട് വരെ മാറി. എന്നിട്ട് മമ്മി വീട്ടിൽ വന്ന് എന്നിട്ട് ആ ബൈബിൾ തേടിയെടുത്തു. ബൈബിൾ തേടിയെടുത്തിട്ട് മമ്മി വായിക്കാൻ തുടങ്ങിയപ്പം അതിനകത്ത് യേശുവിൻ്റെ ജനനം തൊട്ട് യേശു വളർന്നു വന്നപ്പം ചെയ്ത മിറക്കിൾസ് എല്ലാം, മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത മിറക്കിൾസ് എല്ലാം മമ്മി വായിക്കാൻ തുടങ്ങി. അതിൽ അന്ധന്മാർക്ക് കണ്ണു കൊടുക്കുന്നു, കാലില്ലാത്തവർ മുടന്തവർക്ക് അവർ നടക്കാൻ തുടങ്ങുന്നു, മരിച്ചവരെ കർത്താവ് ഉയർത്തെണീപ്പിച്ചു. അതൊക്കെ വായിച്ചപ്പോൾ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായി തുടങ്ങി. എന്തോ ഒരു പവർ ഉണ്ട് ജീസസിൽ, എൻ്റെ ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ ഒക്കുന്നുള്ള ഒരു വിശ്വാസം വന്നു. എന്നിട്ട് അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ മമ്മി അന്ന് ഉച്ച തൊട്ട് രാത്രി വരെ ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. യേശു ആരാ ഒന്നുകൂടെ അറിയണം അങ്ങനെ പറഞ്ഞ് വായിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് രാത്രി ഞങ്ങളുടെ ഒരു ചെറിയ മുറിയായിരുന്നു അന്ന് ബോംബെയിൽ, അതിലൊരു വലിയ പ്രകാശം 3 പ്രാവശ്യം കണ്ടു മമ്മി. മമ്മി പറയുന്നത് ഇപ്പം നമ്മൾ മൂൺ ഒരു ചെറിയ റൂമിലിട്ടാൽ എന്തോ ബ്രൈറ്റ് ആ ലൈറ്റ് ആയിരിക്കും, അങ്ങനെ ബ്രൈറ്റ് ആ ലൈറ്റ്. എന്നിട്ട് ഒന്നുകൂടെ എൻ്റെ മമ്മി ഒരു ശബ്ദം കേട്ടു, മകളെ നീ എന്നിൽ ആശ്രയിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. മമ്മിക്ക് അറിയത്തില്ല ഇതാരാ സംസാരിക്കുന്നേ. പക്ഷെ മമ്മി പറയുന്നത് ഞാൻ ആ ശബ്ദം മൈതാനത്തിൽ കേട്ട പോലെ തന്നെ ആ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നി, ആരോ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ. എന്നിട്ട് ആ ദിവസം പിറ്റേ ദിവസം രാവിലെ മമ്മി റിപ്പോർട്ടിനെ കുറിച്ചും ഈ ശബ്ദം കേട്ടതിനെ കുറിച്ചും പപ്പയോട് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, പപ്പ ഒരു കാത്തലിക് സ്കൂളിലാണ് കൊച്ചിലെ പഠിച്ചിട്ടുള്ളത്, അപ്പം ജീസസിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാം. പക്ഷേ പപ്പ പറഞ്ഞു അടുത്തൊരു ആൻറ്റി ഉണ്ട്, ഷീസ് എ ക്രിസ്ത്യൻ, അപ്പം പുള്ളിക്കാരി ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കും, ഇന്ന് സൺഡേ അല്ലേ, അവരോട് പോയി പറ, മേ ബി ഷീ ക്യാൻ ടെൽ യു ഇതാരാ സംസാരിക്കുന്നത്, എന്താ നീ ഈ ശബ്ദം കേട്ടെ. അപ്പം മമ്മി ആ ആൻറ്റിയോട് പോയി പറയാൻ വേണ്ടി അന്ന് രാവിലെ അവിടെ പോയപ്പം ആൻറ്റി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. സൺഡേ മോർണിംഗ് ആയിരുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, എൻ്റെ കൂടെ പള്ളിയിൽ പോകാം, നിന്റെ ഹസ്ബൻഡ് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി എന്നെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ചർച്ചിൽ പോയി.
ഞങ്ങൾ ഫസ്റ്റ് ടൈം ചർച്ചിൽ പോയപ്പം ഞങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് സന്തോഷം തോന്നി. കാരണം ഫസ്റ്റ് ടൈം ഞങ്ങൾ ജീസസിനെ കുറിച്ച് കേൾക്കുമായിരുന്നു, ദാറ്റ് ജീസസ് ഇസ് നോട്ട് ദ ഗോഡ് ഓഫ് ക്രിസ്ത്യൻസ്. ഞങ്ങളുടെ വിശ്വാസം എപ്പോഴും അതായിരുന്നു, ദാറ്റ് ജീസസ് ഇസ് ദ ഗോഡ് ഓഫ് ക്രിസ്ത്യൻസ്. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു ഡിഫറെൻറ്റ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ് അവിടെ കേട്ട, ലൈക്ക് ജീസസ് ഇസ് ഡിഡ് നോട്ട് കം ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ഹി കെയിം ഫോർ എവ്രിബഡി, ഹി കെയിം ഫോർ അസ് ഓൾസോ. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, യേശു ദൈവത്തിന്റെ പുത്രനാണ്. ആൻഡ് ദേ ടോൾഡ് us അബൌട്ട് ദ ഗോസ്പൽ. കർത്താവ് എങ്ങനെ ജനിച്ച് വളർന്ന് മരിച്ച് മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെണീറ്റ കർത്താവായ യേശു. യേശുവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ സാൽവേഷൻ ഉണ്ട്. അത് യേശുവിനെ മാത്രം, യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് ആത്മാവിന് സാൽവേഷൻ കിട്ടത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ മാത്രം ലൈക്ക് ഹീൽ ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന് ശാന്തി ദൈവം തരും എന്ന് പറഞ്ഞു. അപ്പം മമ്മി അന്ന് യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവര് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പാസ്റ്ററും 2-3 ബ്രദേഴ്സും അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ ഫാദറിനോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു, ആ സുവിശേഷം പറഞ്ഞു. ഫസ്റ്റ് ടൈം പപ്പായും സുവിശേഷം കേൾക്കുമായിരുന്നു. പപ്പ പറഞ്ഞു, ആൾക്കാർ ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞു, അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്യുക അത് ചെയ്യുക, അതെല്ലാം ഞങ്ങൾ ചെയ്തു. നിങ്ങൾ പറയുന്ന ഒന്നും ചെയ്യേണ്ട, ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാ. യേശു എന്നെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ യേശുവിനെ മാത്രം സേവിക്കത്തുള്ളൂ. അപ്പം അന്ന് ആ പാസ്റ്റർ പിന്നെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പപ്പയും സമർപ്പിച്ചു യേശുവിൻ്റെ ജീവൻ. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച് 3 days 3 ദിവസം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 7-ാം ദിവസം ഡോക്ടർ പറഞ്ഞ ദിവസം പപ്പ ചെക്കപ്പിന് പോയി. അന്ന് ആ ബോംബെ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് എഴുതിയ സെയിം ഡോക്ടർ എഴുതി ദാറ്റ് ഓൾ ഹിസ് റിപ്പോർട്ട്സ് വർ നോർമൽ. എല്ലാ റിപ്പോർട്ടും ദൈവം നോർമൽ ആക്കി കൊടുത്തു. ആൻഡ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി കർത്താവിനെ അറിയുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുന്നത്, കർത്താവ് ഹീലറാണെന്നും സാൽവേഷൻ തരുന്ന ദൈവമാണെന്നും അറിയുന്നത്. അങ്ങനെ 5 വയസ്സുള്ളപ്പം ചർച്ചിൽ പോകാൻ തുടങ്ങി, സൺഡേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. അപ്പം യേശുവിനെ ഒന്നുകൂടെ അറിയണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ 9 വയസ്സുള്ളപ്പം ഞങ്ങൾ മുള്ളണ്ടി താമസിച്ച ആ ചെറിയ വീട്ടിൽ നിന്ന് ദൈവം ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് തന്നു ഡോംബിവ്ലിയിൽ. അപ്പം ആ വീടിൻ്റെ ഇനോഗ്രേഷൻ സർവീസ് ആയിരുന്നു. യൂഷ്വലി ഇങ്ങനെ മീറ്റിംഗ്സ് ഉള്ളപ്പം അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പിള്ളേർ ബെഡ്റൂമിൽ കളിക്കുന്ന ആ ഒരു രീതിയായിരുന്നു ആ സമയം. പക്ഷെ അന്നും അങ്ങനെ ഞാൻ പിള്ളേരുടെ കൂടെ ഒക്കെ കളിക്കുമായിരുന്നു. പക്ഷെ സഡൻലി എന്തോ ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു ഭയങ്കരമായിട്ടും ആഗ്രഹം, പ്രാർത്ഥിക്കാൻ വേണ്ടി ആരോ എന്നെ ഫോഴ്സ് ചെയ്യുന്ന പോലെ. എന്നിട്ട് അകത്തുനിന്ന് എനിക്കിങ്ങനെ തോന്നും, ആ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ സാധാരണ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാറില്ല. അന്ന് ആദ്യമായിട്ട് ഞാൻ മുട്ടുകുത്തി ആ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ. എന്നിട്ട് ഞാൻ അൺനോയിങ്ലി എൻ്റെ ടങ് അങ്ങ് സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. അൺനോൺ ടങ്സിൽ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായില്ല എന്തുവാന്ന്. ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ എന്തുവാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തിനാ കരയുന്നത്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിള്ളേർ എന്നെ വലിക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി. ആൻഡ് ദേ വർ സെയിങ് ലൈക്ക്, ആർ യു മാൻ, നിനക്ക് വട്ടായോ, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കുക. പക്ഷെ എനിക്ക് കളിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫോഴ്സ് എന്നെ ആ ഫ്ലോറിൽ ഇങ്ങനെ ഒട്ടി വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് എണീക്കാൻ ഒക്കുന്നില്ലായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു പ്രേ. ആൻഡ് ദാറ്റ് ഡേ ഗോഡ് ഫിൽ മീ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അന്ന് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് ദൈവം എനിക്ക് തന്നു. അത് ഞാൻ പിന്നീട് ബൈബിൾ വായിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ഡേ ഗോഡ് ഹാഡ് ഫിൽ മീ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ വളർന്ന് വന്ന് ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ബോംബെയിൽ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് ചെയ്തത്. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ 10th 12th കഴിഞ്ഞ് സയൻസ് പഠിച്ചിട്ട് BSc നഴ്സിംഗിന് വേണ്ടി CMC വെല്ലൂരിൽ പോയി 96-ല്. 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു, ദാറ്റ് ആക്ച്വലി ഇൻക്രീസ്ഡ് മൈ ഫെയ്ത്ത് ഇൻ ഗോഡ്. എൻ്റെ ഫാദറും മദറും കർത്താവിനെ അറിഞ്ഞു. പക്ഷേ എൻ്റെ ലൈഫിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കർത്താവ് എൻ്റെ ദൈവമാ, എൻ്റെ ഹീലറാന്നറിയാൻ വേണ്ടി. ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം സഡൻലി ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഫെയിൻറ്റിങ് അറ്റാക്സ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഒരാഴ്ച കണ്ടിന്യൂസ്ലി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് ക്ലാസ്സിൻ്റെ കൂടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തല കറങ്ങി ഒരു വീക്ക് കണ്ടിന്യൂസ്ലി ഞാൻ വാർഡിൽ വീണു.
അപ്പോൾ അവർ എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു ഡിസീസ് ഉണ്ട്, മൈട്രൽ വാൽവ് പ്രൊലാപ്സ്, അതൊരു കാർഡിയാക് പ്രോബ്ലം ആണ്. ഇതിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇല്ല, പക്ഷേ വി ക്യാൻ ട്രൈ എ മെഡിസിൻ ഓൺ യു. ഇഫ് ഇറ്റ് വർക്ക്സ് ദെൻ ഇറ്റ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് ദേ സ്റ്റാർട്ടഡ് മീ ഓൺ മെറ്റപ്രൊലോൾ. ആ ടാബ്ലറ്റ് ദിവസം 3 പ്രാവശ്യം എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് 1 മാസം എടുത്തു. എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയി. കാരണം എനിക്കത് ഒരു ഇഫക്റ്റും തോന്നുന്നില്ലായിരുന്നു. എനിക്ക് പിന്നെയും വീക്ക്നെസ്സും, അതുകൂടാതെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലും പോയി. കാരണം എല്ലാം ഹോസ്റ്റലിൽ പിള്ളേരൊക്കെ എന്നെ ഒരു സിക്ക് കാർഡിയാക് പേഷ്യൻ്റ് പോലാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ശരീരത്തിൽ വീക്ക്നെസ് ഉള്ളതുകൊണ്ട് രാത്രി ഈ സൈഡ് ഇഫക്ട്സ് ആയതുകൊണ്ട് ടെൻഷൻ കാരണവും ഡിപ്രഷൻ കാരണവും പിള്ളേരൊക്കെ ഉറങ്ങും, പക്ഷെ ഞാനിരുന്ന് കരയും, എനിക്ക് ഉറക്കം വരത്തില്ല. പിറ്റേ ദിവസം ബോഡി പോയി പിന്നെയും ഇങ്ങനെ തല ഇറങ്ങി വീഴും. അപ്പം ഞാൻ ഒരു ചേഞ്ച് ഇല്ലാഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദിസ് മെഡിസിൻ ഇസ് നോട്ട് വർക്കിംഗ്, അതുകൊണ്ട് വേറെ മെഡിസിനൂടെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിൻ്റെ കൂടെ അത് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ആ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ആ മെഡിസിൻ ഡെറിഫിലിനൂടെ അവർ സ്റ്റാർട്ട് ചെയ്തു. അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് വന്നു. ഒരു 100 ടാബ്ലറ്റിൽ കൂടുതൽ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ വാങ്ങിച്ച് അവിടെ വെച്ചു ഹോസ്റ്റലിൽ. പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നിയില്ല അന്ന്. അന്ന് രാത്രി എൻ്റെ മനസ്സിലൊരു ഇങ്ങനെ ചിന്ത വന്നു, ഞാൻ വീട്ടിലെ എൽഡസ്റ്റാണ്, ഞാൻ ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റ് ആകുമ്പോൾ എൻ്റെ ഫാദറിനും മദറിനും ഞാൻ ഒരു ബേർഡൻ ആയി തീരത്തില്ലേ? എൻ്റെ 2 അനിയത്തിമാരുണ്ട്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? അപ്പം ഞാനങ്ങ് മരിച്ചു കളയാം, ഈ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുമിച്ച് അങ്ങ് എടുത്തേക്കാം, ആ ഭാരം തീരുമല്ലോ പേരൻസിൻ്റെ എന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് രാത്രി 10 o'clock ആകുമ്പോൾ ലൈറ്റ്സ് ഓഫ് ആകും. അപ്പം പിള്ളേരെല്ലാം കിടന്നു കഴിഞ്ഞ് ഞാൻ ആ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. 10 മണിയായപ്പോൾ പിള്ളേരെല്ലാം കിടന്ന് ഉറങ്ങി. ഞാൻ എൻ്റെ റൂമിൽ വന്ന് ഈ ടാബ്ലറ്റ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടി, പക്ഷേ എനിക്കത് ചെയ്യാൻ ഒക്കുന്നില്ലായിരുന്നു. എനിക്കൊരു പേടി പോലെയും ഭയങ്കര സങ്കടം പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ബൈ മൈ ടേബിൾ ആൻഡ് ക്രൈങ്. ആൻഡ് ഒരു 12 മണിയൊക്കെ ആയപ്പം എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആ റൂമിലോട്ട് കയറി വന്നു. ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് അവൾക്ക് മനസ്സിലായില്ല ഞാൻ കരയുവാന്ന്. എന്നിട്ട് അവൾ വന്നിട്ട് എന്നോട് അവളുടെ ഡേയിലെ ആക്ടിവിറ്റീസ് എന്തോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ആ സ്റ്റോറി കേട്ടോണ്ട് ഞാൻ ടയേർഡായിരുന്നു, രാവിലെ തൊട്ട് ജോലി ചെയ്തിട്ടും, ആൻഡ് ആ കരഞ്ഞതിൻ്റെ ക്ഷീണം അതെല്ലാം. ആൻഡ് ഐ ജസ്റ്റ് സ്ലെപ്റ്റ് ഓഫ്. അന്ന് അത് ടാബ്ലറ്റ്സ് എടുക്കാൻ ഒത്തില്ല. പിറ്റേ ദിവസം രാവിലെ സൺഡേ ആയിരുന്നു, ചർച്ചിൽ പോയിട്ട് എല്ലാവരും ആരാധിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. എനിക്ക് ആരാധിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൈ അടിക്കുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ലായിരുന്നു. സഡൻലി എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവുന്ന പോലെ തോന്നി. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ തല കറങ്ങുന്നതിന് മുമ്പേ ബ്ലാക്ക് സ്ക്രീനിൻ്റെ പോലെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരും, നെക്സ്റ്റ് സെക്കൻഡ് ഐ വിൽ ബി ഓൺ ദ ഫ്ലോർ. സോ എനിക്ക് അങ്ങനെ ആ ബ്ലാക്ക് സ്ക്രീൻ പോലെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരികയും ഐ സഡൻലി ടോൾഡ് ഗോഡ്, ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ ഡൗൺ ഫെയിൻറ്റഡ് ഹിയർ ഇൻ യുവർ പ്രസൻസ് ലൈക്ക് ദിസ്. ഐ വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സെഡ് ദാറ്റ് മച്ച്. ദ നെക്സ്റ്റ് തിങ് ഐ ന്യൂ വാസ് ഐ വാസ് ക്രൈങ്. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. 1 മണിക്കൂർ എല്ലാവരും ആരാധിച്ചു, 1 മണിക്കൂർ ഞാൻ കരയുക മാത്രം ചെയ്തു. അത് കഴിഞ്ഞപ്പം ഞാൻ വർഷിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് അന്ന് പാസ്റ്റർ കോലിൻ ഡിക്രൂസ് ആയിരുന്നു. അപ്പോസ്ലിക് ഫെയ്ത്ത് ചർച്ച് അവിടെ വെല്ലോറിലൊരു ചർച്ച് ഉണ്ട് ഇപ്പോഴും. ആ പാസ്റ്റർ അന്ന് വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ആ വചനമായിരുന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിങ്ങളത് നിങ്ങളുടെ കർമ്മത്തിൽ കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചത്ത വിശ്വാസമാണ്. ഇഫ് യു സേ യു ഹാവ് ഫെയ്ത്ത് ബട്ട് യു ഡോണ്ട് ഷോ ഇറ്റ് ഇൻ യുവർ വർക്ക്സ് ദെൻ യുവർ ഫെയ്ത്ത് ഇസ് ഡെഡ്. ആ വചനം എന്നെ ലൈക്ക് ഒരു സ്വോർഡ് പോലെ പിയേഴ്സ് ചെയ്തെന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം വന്നു. കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ആ ഡോക്ടർ ഹു വാസ് ട്രൈങ് മെഡിസിൻസ് ഓൺ മീ, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല, പക്ഷെ ആ ഡോക്ടർ എന്നിൽ മെഡിസിൻസ് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ആ ഡോക്ടറിൽ വിശ്വസിച്ചു. പക്ഷേ കർത്താവെ, ഞാൻ നിന്നിൽ അത്രയും വിശ്വസിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം വന്നു. എന്നിട്ട് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു ആ ചർച്ചിൽ വെച്ച്, ഞാനിന്ന് തിരിച്ചു പോകുമ്പം ഞാൻ ആ മെഡിസിൻസ് എല്ലാം കളയും, എനിക്കിനി മെഡിസിൻസ് വേണ്ട. കർത്താവ് എന്നെ സൗഖ്യമായ ആ ഹീലിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ ഡിക്ലെയർ ചെയ്യും. എന്ത് വന്നാലും ഞാൻ തിരികെ മെഡിസിൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ഹോസ്റ്റലിൽ തിരിച്ചു പോയി ആ മെഡിസിൻസ് എല്ലാം എടുത്ത് ഞാൻ ഡസ്റ്റ്ബിനിൽ ഇട്ടു. എന്നിട്ട് ഐ റിമെമ്പർ ദാറ്റ് അടുത്ത ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പം എനിക്ക് അങ്ങനെ തല കറങ്ങുന്നുണ്ടായിരുന്നു. ബട്ട് ഐ റിമെമ്പേർഡ് ദ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ഐ ഹാവ്, ദ ഡിസിഷൻ ദാറ്റ് ഐ ഹാഡ് ടേക്കൻ.
എന്നിട്ട് ഞാൻ ആ വചനം പറയാൻ തുടങ്ങി. ജീസസ് ബൈ യുവർ സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. കർത്താവെ, നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് തല കറങ്ങി, ഞാൻ വീഴത്തില്ല. അങ്ങനെ ഫുൾ ഡേ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരാഴ്ച എനിക്കൊരു ടെസ്റ്റ് പീരീഡ് പോലെ തോന്നി. കാരണം എന്നും എനിക്ക് ഡ്യൂട്ടിയിൽ പോയി അങ്ങനെ തോന്നുമായിരുന്നു, ഞാൻ ഇപ്പം വീഴും, ഇപ്പം വീഴും. പക്ഷേ ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവെ, നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഐ ആം ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബൈ 1 വീക്ക്, ആഫ്റ്റർ 1 വീക്ക് എനിക്ക് ഒരിക്കലും അങ്ങനെ തല കറങ്ങി ഞാൻ എവിടെയും അങ്ങനെ അൺകോൺഷ്യസ് ആയി വീണിട്ടില്ല ഇതുവരെയും. സോ ദാറ്റ് വാസ് എ മൈറ്റി മിറക്കിൾ ഇൻ മൈ ലൈഫ് വിച്ച് ഹെൽപ്പ് മീ ടു ഹാവ് എ ഗ്രേറ്റർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതുവരെ ഞാൻ ബൈബിൾ വായിക്കുമ്പം അത് അബ്രഹാമിൻ്റെ, യാക്കൂബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണെന്ന് ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ കർത്താവ് എൻ്റെ കർത്താവ് കൂടെയാ, എനിക്ക് വേണ്ടിയും കൂടെ ദൈവം ലൈക്ക് ഹീ ഈസ് മൈ ഗോഡ് ഓൾസോ എന്ന് എനിക്ക് അന്നാ മനസ്സിലായ, വെൻ ഹി ഹീൽഡ് മീ കംപ്ലീറ്റ്ലി. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ലൈഫ് ഹീലായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2001 എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു പാസ്റ്റർ ആയിരുന്നു ഡൽഹിയിൽ നിന്ന്. ഹി വാസ് ഓൾസോ വർക്കിംഗ് ആസ് എ ട്രാവൽ കൺസൾട്ടൻറ്റ്, പാസ്റ്റർ ബോബി ചെല്ലപ്പൻ. മോസ്റ്റ് പീപ്പിൾ ഇൻ ഡൽഹി നോ ഹിം. ആൻഡ് ആ സമയം ജോലിയുടെ കൂടെ പുള്ളിക്കാരൻ്റെ ഫാദർ, പാസ്റ്റർ VN ചെല്ലപ്പൻ, ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ചർച്ച് ഇൻ അവർ ഹൗസ് ഇറ്റ് സെൽഫ്. സോ അവിടെ മേലിൽ ഹാളായിരുന്നു, താഴെ വീടായിരുന്നു. അവിടെ ഞങ്ങളിങ്ങനെ സഭ ഉണ്ടായിരുന്നു. ഒരു സം ഫ്യൂ പീപ്പിൾ വർ ദെയർ ഇൻ ദ ചർച്ച് അറ്റ് ദാറ്റ് ടൈം. എന്നിട്ട് ഇൻ ദ ഈവനിങ്സ് വി സ്റ്റാർട്ടഡ് എ സ്മോൾ ഫെലോഷിപ്പ് ഇൻ മയൂർ വിഹാർ. ഒരു വീട്ടിൽ ഞങ്ങളൊരു ചെറിയ ആരാധന സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലിയുടെ കൂടെ ഞാൻ എൻ്റെ ബോണ്ട് CMC വെല്ലൂരിൽ നിന്ന് 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു. അതിവിടെ സെൻറ്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിലായിരുന്നു. 2003 ഞങ്ങളുടെ ഫസ്റ്റ് മോൻ ലൈക്ക് സാമുൽ ജനിച്ചു. ആൻഡ് 2005 സാറ ജനിച്ചു. അത് കഴിഞ്ഞ് പിള്ളേരെ നോക്കാൻ വേണ്ടി ഞാൻ ജോലി വിടേണ്ടി വന്നു. സാറാക്ക് ഒരു 2 മാസം ഉള്ളപ്പം ഞാൻ CGFNS-ഉം NCLEX-ഉം പഠിക്കാൻ വേണ്ടി പോയി. എല്ലാ നഴ്സസും ചെയ്യുന്ന പോലെ എനിക്കും എല്ലാവരും പറഞ്ഞു US പോകുന്ന ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ CG, NCLEX, IELTS അതെല്ലാം ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തിട്ട് 2006 എൻ്റെ എംബസി ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബറിലായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 2006 ഗവൺമെൻറ് പാസ്ഡ് റിട്രോഗ്രഷൻ ദാറ്റ് വി ഡോണ്ട് വാണ്ട് ഫോറിൻ നഴ്സസ്. എനിക്ക് അപ്പം ഭയങ്കരമായിട്ട് ഒരു വേൾഡ് എൻ്റെ ക്രാഷ് ആയ പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ ഇത്രയും ലൈക്ക് അധ്വാനം അതെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ എന്നൊരു തോന്നൽ വന്നു. ഒത്തിരി സാഡായിരുന്നു. അതിന് മുമ്പേ എൻ്റെ എക്സാമിൻ്റെ ജസ്റ്റ് മുമ്പേ എൻ്റെ ഹസ്ബൻഡിന് ഫസ്റ്റ് ടൈം ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴും ലൈക്ക് വി വർ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ സം ടൈം. ആൻജിയോപ്ലാസ്റ്റി ഇമീഡിയറ്റ്ലി ചെയ്യേണ്ടി വന്നു. ഒരു സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നു. ആൻഡ് 6 months മൈ ഹസ്ബൻഡ് വാസ് വെരി സിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ലൈക്ക് ഗോഡ് ഹീൽഡ് ഹിം കംപ്ലീറ്റ്ലി. ആൻഡ് വെൻ ഹി വാസ് ബീങ് ടേക്കൻ ഇൻ ടു സർജറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി, അപ്പം ഡോക്ടർ പറഞ്ഞു റിസ്കി ആണ്. പക്ഷേ ലൈക്ക് ബൈ ഫെയ്ത്ത് ഹി വെൻറ്റ് ഇൻ ആൻഡ് അത് ചെയ്തപ്പം ഹി വാണ്ടഡ് ടു സേ ദാറ്റ് എൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, അപ്പം ഞാൻ മരിക്കുവാണെങ്കിൽ എന്നെ ബറി ചെയ്യരുതെന്ന് എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആൾക്കാർ ഇത്തിരി ഉള്ളതുകൊണ്ട് അന്ന് പറയാനൊത്തില്ല. ആൻഡ് ഐ വാസ് ഓൾസോ സോ ഷോക്ഡ് ബൈ ദിസ് ഇൻസിഡൻറ്റ്. കാരണം ആ ചിൽഡ്രൻ വർ വെരി സ്മോൾ. മൂത്ത മോന് 3 വയസ്സേ ഉള്ളായിരുന്നു. കൊച്ചിന് 6 മാസമേ ഉള്ളായിരുന്നു. ആൻഡ് അപ്പം ദൈവം എനിക്കൊരു വചനം തന്നു, Psalms 23:6. അതിൽ ഷേർലി ഗുഡ്നസ് ആൻഡ് മെർസി ഷാൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. ഇതാരോ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് വിട്ട പോലെ ഫോർ ദ നെക്സ്റ്റ് 24 hours എൻ്റെ മനസ്സിൽ ഈ വചനം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ലൗഡ് ഓഡിബിൾ വോയിസ്. ഐ കെപ്റ്റ് ഹിയറിംഗ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. ആൻഡ് ആ വചനം കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഭയങ്കര പീസ് കെയിം ഓവർ മീ. ഐ ന്യൂ ദാറ്റ് ഐ ആം നോട്ട് അലോൺ ഇൻ ദിസ് സിറ്റുവേഷൻ. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒന്നും സംഭവിക്കത്തില്ലെന്നൊരു വിശ്വാസം അകത്തുണ്ടായിരുന്നു.
6 മാസത്തിനുള്ളിൽ ഹസ്ബൻഡ് റിക്കവർ ആയി. ആ സമയമായിരുന്നു ഈ റിട്രോഗ്രഷൻ ഒക്കെ പാസ്സായി. ഒക്ടോബറിലായിരുന്നു എംബസി ഇന്റർവ്യൂ ഡേറ്റ്. നവംബറിൽ എൻ്റെ ഒരു ടീച്ചർ, ഞാൻ ഇൻക്ലെക്സിന് അവിടെ പാസ്സായിട്ട് ഞാൻ അവിടെ തന്നെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. ഞാനിവിടെ മാക്സ് ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ടായിരുന്നു ലാജ്പത് നഗർ ഡൽഹിയിൽ. അവിടെ മാക്സ് ഹോസ്പിറ്റൽ സാക്കേത്തിലും അവിടെ ലാജ്പത് നഗറിലും ആസ് എ ട്രെയിനർ ഞാൻ എൻക്ലെക്സ് പഠിപ്പിക്കുമായിരുന്നു. അപ്പം സി ജിയും എൻക്ലെക്സും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐ തിങ്ക് ഫ്യൂ മന്ത്സ് ഞാൻ ചെയ്തു. അപ്പൊ എൻ്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു പുതിയ ഓർഗനൈസേഷൻ ഇപ്പം ഒരു മെഡിക്കൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ പേര് യൂട്ടിലൈസേഷൻ മാനേജ്മെന്റ് ആ. അപ്പം ബ്ലെസ്സി അവിടെ ജോയിൻ ചെയ്താൽ കൊള്ളാം, US-ലെ ആയില്ലല്ലോ. സോ വൈ ഡോണ്ട് യു ട്രൈ ഹിയർ, ഇവിടെ നല്ല സാലറി കിട്ടും, US-നെക്കാട്ടിലും കൂടുതൽ സാലറി ഇവിടെ കിട്ടും, യു ട്രൈ. അപ്പം മാം പറഞ്ഞു വെച്ച് ഞാൻ ട്രൈ ചെയ്തു. ആ വർഷം തന്നെ ഡിസംബറിൽ എനിക്ക് അവിടെ ജോലി കിട്ടി. US കിട്ടുന്നേക്കാട്ടിലും സാലറി കൂടുതൽ, അങ്ങനത്തെ ഒരു ജോലി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വലിയ നീഡുള്ള ഒരു സമയമായിരുന്നു, കാരണം ഹസ്ബൻഡ് ട്രീറ്റ്മെന്റും റിക്കവറി ഫേസ് ആയിരുന്നു, പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം ദാറ്റ് ഗോഡ് പ്രൊവൈഡഡ് അറ്റ് ദ റൈറ്റ് ടൈം. പിന്നെ അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ദൈവം എനിക്ക് ഇനിയും പഠിക്കാൻ സഹായിച്ചു. ഞാൻ അവിടെ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. ആൻഡ് അവിടെ പ്രൊമോഷൻ കിട്ടി ആസ് എ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ഒരു നേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഒരു നേഴ്സായിട്ട് ലൈഫ് ലോങ് ജോലി ചെയ്യാൻ ലൈക്ക് വി തിങ്ക് ഓഫ്, ബട്ട് ഗോഡ് ഓപ്പൺഡ് unknown opportunities, unknown positions for me there. So I am so grateful to God for that. And ആ സമയം 2007 to 2010 ആ സമയം ഡൽഹിയിലും ഒത്തിരി പ്രേയേഴ്സ് നടക്കുമായിരുന്നു. ഞാൻ ഡൽഹിയിൽ 2001 വരുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈ പീരീഡ് ആയിരുന്നു ഡൽഹിയിൽ. ചർച്ചസ് ഒക്കെ ഒത്തിരി ഫ്യൂ ആയിരുന്നു. കുറച്ച് ചർച്ചസും, എല്ലാ ചർച്ചിലും കുറച്ച് ആൾക്കാർ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ 2007 to 10 ഞങ്ങളുടെ അറിയാവുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, സിംഗ് അങ്കിൾ. ഹി വാസ് എ റിട്ടയർഡ് IAS ഓഫീസർ ഇൻ ദിസ് സിറ്റി, എ വെരി സീനിയർ മാൻ ഓഫ് ഗോഡ്. പുള്ളിക്കാരൻ പാസ്റ്റർ ബോബിയെ വിളിച്ച് പറഞ്ഞു, വൈ ഡോണ്ട് യു ലീഡ് എ 24/7 പ്രേയർ ഇൻ ദിസ് സിറ്റി. ഈ സിറ്റിയിൽ പ്രേയർ ഒത്തിരി അത്യാവശ്യമാണ്. ആൻഡ് ഐ വോണ്ട് യു ടു ലീഡ് ദാറ്റ്. കോൾ ഓൾ ദ ലീഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ഓഫ് ദ സിറ്റി ആൻഡ് എല്ലാ ചർച്ചസിലും പോയി നിങ്ങൾ ഇത് കണ്ടക്ട് ചെയ്യണം. അപ്പം 2007 തൊട്ട് 2010 വരെ പാസ്റ്റർ ബോബി ഇങ്ങനെ എല്ലാ ചർച്ചസിലും പോയി പാസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്ത് എല്ലാ ചർച്ചസിലും ഞങ്ങളിങ്ങനെ പോയി വർഷിപ്പ് ടീംസിനെയും കോൺടാക്ട് ചെയ്തിട്ട് ഓരോ 1 hour സ്ലോട്ട് ഓരോ ചർച്ചസിന് ഇങ്ങനെ ഫോർ ദ നെക്സ്റ്റ് 3 years കണ്ടിന്യൂസ് 24/7 പ്രേയർ നടത്താൻ ദൈവം സഹായിച്ചു. ആ ഒരു ഇത് ഫ്ലോ കഴിഞ്ഞപ്പം, ആ ഒരു സീസൺ കഴിഞ്ഞപ്പം ഞാൻ ചർച്ചസിന്റെ ഒരു വലിയ ഗ്രോത്ത് ഡൽഹി സിറ്റിയിൽ കണ്ടു. ആ പ്രേയറിന്റെ സീസണിൽ തന്നെ ഐ ഹാവ് സീൻ പാസ്റ്റേഴ്സ്, ഞങ്ങൾ പ്രേയർ ഡ്രൈവ് ചെയ്യുമായിരുന്നു അറൌണ്ട് ദ സിറ്റി ആസ് വെൽ. ആൻഡ് ഒരു പാസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10,000 റുപ്പീസിന്റെ എണ്ണ വാങ്ങിച്ച് ഡൽഹിയിലെ എല്ലാ സ്ട്രീറ്റ്സിലും ഒഴിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച സമയങ്ങളായിരുന്നു. ആ സമയം ഒത്തിരി ചർച്ചസിലെ ആൾക്കാർ വരാൻ തുടങ്ങി, ഹീലിങ്സ് ഒത്തിരി നടക്കാൻ തുടങ്ങി, കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, ചർച്ചസ് ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥനകൾ, ബ്ലെസ് ഡൽഹി മീറ്റിംഗ്സ് ഒക്കെ നടക്കാൻ തുടങ്ങി. അതിനും ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കാൻ ദൈവം എൻ്റെ ഹസ്ബൻഡിനെയും എന്നെ സഹായിച്ചായിരുന്നു. 2009 FETV ഫാമിലി എന്റർടൈൻമെന്റ് ടെലിവിഷനിൽ, അതൊരു സെക്യുലർ ചാനലാണ്, പക്ഷെ അതിൽ 1 സ്ലോട്ട് ദൈവം ഞങ്ങൾക്ക് തന്നു. അതിൽ മെസ്സേജസ് കൊടുക്കാൻ വേണ്ടിയും കൊറിയോഗ്രഫീസ് വേറെ വേറെ ചർച്ചസിൽ നിന്ന് വർഷിപ്പ് ടീംസിനെ വിളിച്ചും ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ മെസ്സേജ് കൊടുക്കുമായിരുന്നു. ഫോർ 1 year വി ഡിഡ് ദാറ്റ്. ആൻഡ് ഇൻ 2010 ഞങ്ങളൊരു യൂത്ത് കോൺഫറൻസ്, യൂത്ത് മീറ്റിങ്ങിന് പോയായിരുന്നു ഞങ്ങളുടെ ചർച്ചിലെ യൂത്തുമായിട്ട്. വേറെ 2 ചർച്ചസിന്റെ യൂത്തിനെ കൊണ്ട് ഞങ്ങൾ ദെഹ്റാദൂണിൽ ഒരു ക്യാമ്പിന് പോയി. ഞങ്ങൾ ആ ക്യാമ്പിന് പോയപ്പം അന്ന് ഫോർ മീ, ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഓൾസോ, എനിക്കൊരു വെക്കേഷൻ പോലെ അത് തോന്നി. കാരണം ഫാമിലിയുടെ കൂടെ അധികം സമയം കിട്ടുന്നില്ലായിരുന്നു, ജോലിയും പഠിത്തം എല്ലാം ആയതുകൊണ്ട്. എന്നിട്ട് ആ സമയം ഞാൻ രാവിലെ എണീച്ച് മോർണിംഗ് ഡിവോഷൻ ചെയ്യാൻ വേണ്ടി ആ ഓഡിറ്റോറിയം ഹാളിന്റെ പുറത്ത് ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ സ്വർഗത്തിലോട്ട് ഇങ്ങനെ
നോക്കിക്കൊണ്ടിരുന്ന കർത്താവിനോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുമായിരുന്നു. I just told God, I'm so happy that you gave me this time. I'm so grateful for this wonderful opportunity that you gave me with my family. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം I saw a vision. I saw the heavens opened. I saw Jesus standing there. I saw a wall half built. ഒരു മതില് പകുതി പണിതതായിട്ടും കർത്താവ് അവിടെ ഈ സിമെന്റ് ഇടുന്ന ആ സാധനം ഞാനിപ്പം നോക്കുമ്പം ഈ ജീസസ് കോൾസ് പ്രേയർ ടവറിന്റെ അവരുടെ ആ മെയിൻ പിക്ചർ അതാ. That picture with Jesus standing with the cement thing in his hand, I saw, and യേശു എന്നോട് പറഞ്ഞു, I am building my church. Can you stand with me? ഞാൻ എൻ്റെ സഭയെ പണിയുന്നു, നീ എൻ്റെ കൂടെ നിൽക്കാവോ? അപ്പം എനിക്ക് മനസ്സിലായില്ല. I thought in my mind, I was always standing with God. Where was I left alone? I was always with you, Lord. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, യേശു എന്നോട് പറഞ്ഞു, how about quitting your job? ജോലി വിടുന്നതിനെ കുറിച്ച് നിന്റെ എന്താ വിചാരം? And I was so shocked beyond words because that is the last thing on my mind. എൻ്റെ ഹസ്ബൻഡിന് അപ്പം റിക്കവറി ഫേസിലായിരുന്നു, ജോലിയില്ല. അപ്പം ഞാൻ മാത്രമേ ജോലി ചെയ്യുന്നുണ്ട് ഉള്ളായിരുന്നു. അപ്പം എനിക്ക് ജോലി വിടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാം, പക്ഷെ ജോലി മാത്രം വിടാൻ പറയില്ല. പക്ഷേ that feeling, that conviction in my heart, it kept pricking me again and again. ഞാനന്ന് രാവിലെ എല്ലാ പിള്ളേരും വന്നു, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി, ഹസ്ബൻഡും പിള്ളേരെയും റെഡിയാക്കി ഞാൻ അവിടെ പോയി. പക്ഷെ എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. മൈ മൗത്ത് വാസ് ആസ് ഇഫ് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. ഐ വാസ് ഇൻ എ ടോട്ടലി ഡിഫറെന്റ് റെൽം ഓൾ ടുഗെദർ. എനിക്ക് ആരോടും പറയാൻ ഒക്കുന്നില്ല എന്തുവാ എനിക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഐ ന്യൂ ദാറ്റ് ഐ വാസ് കൺവേഴ്സിങ് വിത്ത് ഗോഡ്. എന്നിട്ട് ഞാൻ പിള്ളേരെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്തിട്ട് ഞാൻ റൂമിലോട്ട് വന്നു. മൈ ഹസ്ബൻഡ് ന്യൂ ദാറ്റ് ദർ വാസ് സംതിങ് ഡിഫറെൻറ്റ് ദാറ്റ് വാസ് ഹാപ്പനിങ്. ഞാൻ അന്ന് വന്നിട്ട് 1 hour ഐ വാസ് ഇൻ ദ റൂം. ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു ഗോഡ്. ഐ വാസ് ഗിവിങ് മൈ ആർഗ്യുമെന്റ്സ് വൈ ഐ കാൺട്ട് ക്വിറ്റ് മൈ ജോബ്. എനിക്ക് ബിൽസ് പേ ചെയ്യാനുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അത് ഇതുണ്ട്, അതെല്ലാം പറഞ്ഞു. പക്ഷേ ബട്ട് ദി എൻഡ് ഓഫ് ഇറ്റ് ഐ ജസ്റ്റ് സറണ്ടർഡ് ടു ഗോഡ് ആൻഡ് ഐ സെഡ്, ഗോഡ്, നോട്ട് മൈ വിൽ, യുവർ വിൽ ബി ഡൺ. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വലിയ പീസ് കെയിം ഓവർ മീ. ഐ ഫെൽറ്റ് ലോട്ട് ഓഫ് പീസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹസ്ബൻഡ് അന്ന് റൂമിൽ കയറി വന്നപ്പം ഹി സഡൻലി സോ മീ ഓൾ ക്രൈയിങ് ആൻഡ് റെഡ് ആൻഡ് ഗോഡ് ടോൾഡ് ഹിം ഓൾസോ ക്വിറ്റ് ദ ജോബ്. പക്ഷെ പുള്ളിക്കാരനും ഹി ഡിഡ്ന്റ് ടെൽ മീ because he wanted me to confirm. And he asked me, what happened? Why are you crying? I said, because God asked me to quit my job. And he said, you pray, and once you get a confirmation, then you can quit. ഞാൻ പറഞ്ഞു, I already prayed, and now you pray, and I'm sure God will confirm to you as well. Whereas God had already confirmed to him. പക്ഷേ ഞാൻ അന്ന് ഫ്രൈഡേ ആയിരുന്നു, ഞങ്ങൾ വീട്ടിൽ വന്നു. മൺഡേ മോർണിംഗ് ഞാൻ ഓഫീസിൽ പോയി. ഫസ്റ്റ് തിങ് ഐ പുട്ട് മൈ റെസിഗ്നേഷൻ. എല്ലാവരും പറഞ്ഞു, വട്ടാ, ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് എന്തോ ചെയ്യാൻ പോവാ? നത്തിങ് യു വിൽ ഡു നത്തിങ്. യു ആൻഡ് യുവർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ, യു വിൽ കമ്മിറ്റ് സൂയിസൈഡ് വിത്തിൻ എ ഇയർ, യു സീ. ബട്ട് ഐ ന്യൂ ദാറ്റ് വാസ് ഗോഡ് സ്പീക്കിംഗ് ടു മീ. ഞാൻ റിസൈൻ ചെയ്ത് വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, അന്ന് ദൈവം എന്നോടും കൺഫേം ചെയ്തായിരുന്നു, ദിസ് ഇസ് ദ റൈറ്റ് ഡിസിഷൻ ദാറ്റ് വി ഹാവ് ടേക്കൺ ആൻഡ് ഇറ്റ് ഇസ് ഗോഡ്സ് ടൈം. ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ് ഇൻ അവർ ലൈഫ്. എന്നിട്ട് ആ സമയം ജോലി ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം അടുത്തതെന്ന് അറിയത്തില്ല. അപ്പം എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു. ഞങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഫാസ്റ്റിംഗ് എടുത്ത് ചർച്ചിൽ പോവായിരുന്നു. ഞങ്ങളുടെ ചർച്ച് ഇവിടുന്ന് ഒരു 40 minutes ദൂരമുണ്ട്. അവിടെ പോയിരുന്ന് ട്യൂസ്ഡേയിലും ഫ്രൈഡേയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എനിക്കൊരു വചനം തന്നു, Psalm 68:11. അതിലിങ്ങനെ ഇംഗ്ലീഷിൽ, the king gives the order and the women who publish the good news become a huge army. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കുന്ന ഞാൻ സ്ത്രീകളുടെ ഇടയ്ക്ക് വേല ചെയ്യണമെന്നാ. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞ് അതൊരു ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നെന്ന് തോന്നുന്നു. അന്ന് തന്നെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ ഈ സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു സഭ ഇങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് സെൻഡ് ആൻഡ് ലെഫ്റ്റ്. പക്ഷെ ആ 2 ദിവസം കഴിഞ്ഞപ്പം ചർച്ചിൽ പോയപ്പം ചർച്ച കഴിഞ്ഞ വേറെ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, സിസ്റ്റർ, ഞങ്ങളുടെ അവിടെ ഒരു ഏരിയയിൽ ഒത്തിരി സ്ത്രീകളുണ്ട്, അവരൊത്തിരി ട്രബിൾസിലൂടെ പോകുന്നു. സിസ്റ്റർ വന്ന് അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നേനെ.
ആൻഡ് ഐ റിയലി ഫെൽറ്റ് ലൈക്ക് ദാറ്റ് വാസ് ഗോഡ്സ് ടൈമിംഗ് ഫോർ അസ് ടു സ്റ്റാർട്ട് എ മീറ്റിംഗ്. അപ്പം തുഗ്ലക്കാബാദ് എന്ന് പറഞ്ഞ ഒരു സ്ലം ഏരിയ ആയിരുന്നു. അവിടെ ഒത്തിരി ഒരു ബംഗാളി കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥന ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ ആ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കണ്ട ആ ഏരിയയിൽ ഒത്തിരി ലൈക്ക് ദ മെൻ ഇൻ ദാറ്റ് പ്ലേസ്, പുരുഷന്മാരൊക്കെ മിക്കവാറും കള്ളുകുടിയന്മാരും ഡ്രഗ് അഡിക്ട്സും, അങ്ങനെ വൈകുന്നേരമൊക്കെ ആ ഏരിയ മൊത്തം ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയിരിക്കും. ആ ഒരു ഏരിയയിൽ ഞങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് മിക്കവാറും വീട്ടിലായിരിക്കും, അവർ വന്ന് മീറ്റിംഗിലിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ടി, അവരുടെ പ്രോബ്ലംസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി. അവിടെ അവരെ ദൈവം വിടിവിക്കാൻ തുടങ്ങി. അവിടെ അവരുടെ ഭർത്താക്കന്മാരുടെ അഡിക്ഷൻസ് മാറാൻ തുടങ്ങി. അവരെ ദൈവം ഹീൽ ചെയ്യാൻ തുടങ്ങി. ഈ സ്ത്രീകൾ പിന്നെ പള്ളി വരാൻ തുടങ്ങി, ചർച്ചിൽ മാൽവിനഗറി വരാൻ തുടങ്ങി. അവിടെ ചർച്ചിൽ വരുമ്പം അവർ ഫസ്റ്റ് ആ സ്ത്രീകളായിരുന്നു വരുന്നത്. പിന്നെ സ്ലോലി അവരുടെ ഹസ്ബൻഡ്സും പിള്ളേരും വരാൻ തുടങ്ങി. ആ വീടുകളിലൊക്കെ പ്രാർത്ഥന തുടങ്ങാനും ആ വർഷം തന്നെ ആ കോളനിയിൽ നിന്ന് ഒരു 40 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ബാപ്റ്റിസം എടുക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു റിവൈവൽ ആ ഏരിയയിൽ സ്റ്റാർട്ടായി. അപ്പം അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ അവരെ ഒത്തിരി ഉപദ്രവിക്കാൻ തുടങ്ങി. അവർക്ക് വെള്ളം എടുക്കാൻ, കോമൺ പ്ലേസ് ആ വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി അവർ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ആ ലീഡറിനെ, ഞങ്ങളുടെ ചർച്ചിലുള്ള ആ ലീഡറിനെ, പുള്ളിക്കാരൻ ഒരു ഡ്രങ്കാർഡായിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ മനം തിരിഞ്ഞ് കർത്താവി വന്നപ്പം ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ലീഡർഷിപ്പ് ആ ഏരിയയിൽ. അയാളെ അവർ പിടിച്ച് അടിക്കാനൊക്കെ അവർ ട്രൈ ചെയ്തു. പക്ഷെ ആ സ്ത്രീകൾ അപ്പം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ബഹളം ഉണ്ടാക്കുമ്പോൾ, ഞങ്ങളെ അടിക്കുമ്പോൾ ഇടിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോകാതിരുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ അസമാധാനം ഉണ്ടായിരുന്നപ്പം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ നന്നായി ജോലിക്ക് പോകുന്നു, പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പം നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യനെ തൊടാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല? പക്ഷെ പോലീസ് കേസായി, പോലീസ് അയാളെ ജയിലിലിട്ടു. പക്ഷേ പാസ്റ്റർ പോയി അങ്ങനെ ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ കുറെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ലേഡീസ് മീറ്റിങ്ങിന് പോയപ്പോഴും അവർ ഞങ്ങളോട് പറഞ്ഞു, പുറത്ത് ആൾക്കാർ നിൽപ്പുണ്ട്, അവർ നിങ്ങളെ ഉപദ്രവിക്കും. പക്ഷേ ഞാൻ അന്ന് ഒരു സിസ്റ്റർ എൻ്റെ കൂടെ ഉള്ള പുള്ളിക്കാരിയോട് പറഞ്ഞായിരുന്നു ദാറ്റ് യു ക്യാൻ ഷെയർ ഫ്രം ദ വേർഡ്. ഫസ്റ്റ് ടൈം പുള്ളിക്കാരി പറയാൻ തുടങ്ങുക. അപ്പം ഹിന്ദിയിൽ, ബംഗാളി ആയതുകൊണ്ട് ഹിന്ദി നന്നായിട്ട് അറിയത്തില്ല. പക്ഷേ ഷീ സ്റ്റാർട്ടഡ് ഷെയറിങ് ഫ്രം വൺ ചാപ്റ്റർ ഫ്രം ലൂക്ക്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി വിച്ച് ചാപ്റ്റർ. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം 2 പുരുഷന്മാർ കയറി വന്നു. അവർ ആ ഡോറിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന് നിന്നതോടെ സിസ്റ്റർ പേടിച്ചു പോയി. ആൻഡ് ഷീ സ്റ്റോപ്ഡ് സ്പീക്കിംഗ്. ബട്ട് ദ ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്. ആൻഡ് ഞാൻ അവിടെ ആ സിസ്റ്റർ നിർത്തിയെടുത്തു നിന്ന് ആ വചനത്തിലൂടെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആ പുരുഷന്മാർ അവിടെ നിന്ന് പോയി. ആൾക്കാർ പറഞ്ഞു, അവർ പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അവർ നിങ്ങളെ ഇന്ന് ഉപദ്രവിക്കുമായിരിക്കും അവർ. പക്ഷേ വി ജസ്റ്റ് പ്രേഡ്, വി ജസ്റ്റ് താങ്ക് ഗോഡ് ആൻഡ് വി വെന്റ് ഔട്ട് ഓൾ ഓഫ് അവർ സിസ്റ്റേഴ്സ് ഔട്ട്സൈഡ്, ബട്ട് നോബഡി വാസ് ദെയർ ദാറ്റ് ഡേ. അങ്ങനെ ഒരു വലിയ ധൈര്യം ദൈവം തന്നു. ഞങ്ങളെ ഒരു വലിയ ഇതിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദാറ്റ് ഗേവ് us മോർ കറേജ് ടു പ്രീച്ച് ദ ഗോസ്പൽ. അപ്പം ഞങ്ങളിങ്ങനെ ഓപ്പൺ എയർ മീറ്റിംഗ്സ് ഒക്കെ നടത്തുമായിരുന്നു. അങ്ങനെ ചർച്ച വളരാൻ തുടങ്ങി. 2013 സിംഗപ്പൂരിൽ ഒരു 24/7 സൗത്ത് ഏഷ്യ പ്രെയർ മൂവ്മെന്റിന് വേണ്ടി ഇവിടെ ഡൽഹി പാസ്റ്റർ ചെയ്യുന്ന ഒരു പാസ്റ്ററിന്റെ വൈഫ് സിസ്റ്റർ അനീത സാമുൽ, പുള്ളിക്കാരി എന്നെ റെഫർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രെയർ മീറ്റിങ്ങിന് പോവായിരുന്നു. ആ മീറ്റിങ്ങിന് പോയി ഇറ്റ് വാസ് എ ഗ്രേറ്റ്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു വലിയ ഒരു ടേൺ ഓവർ ആയിരുന്നു. ബിക്കോസ് ഞാൻ അവിടെ കണ്ട ഒരിക്കലും പ്രൊഫസി ചെയ്യാത്ത ആൾക്കാരൊക്കെ they were telling very deep secrets of people, and God was revealing and filling us with visions and dreams and things like that. And ആ സമയം ചർച്ച് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദൈവം ഒത്തിരി മിറക്കിൾസ് ഒക്കെ ഞങ്ങളുടെ ആൾക്കാരുടെ ലൈഫിൽ ചെയ്യാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് തന്നെ ഒരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു, ദാറ്റ് ഗോഡ് ഇസ് വിത്ത് അസ്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ആ ചർച്ച് മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി ലൈക്ക് ഇൻവോൾവ് ആയിരിക്കുന്ന സമയമായിരുന്നു. 2016 എൻ്റെ ഹസ്ബൻഡിന് ദൈവം ഒരു
ഒരു പാസ്റ്റ് ഇങ്ങനെ പ്രൊഫസി ചെയ്ത് പറഞ്ഞു ദാറ്റ് ഐ വിൽ ടേക്ക് യു ഇൻ ടു സംതിങ് ഗ്രേറ്റർ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് വാട്ട് ക്യാൻ ബി സംതിങ് ഗ്രേറ്റർ, വി ആർ ഓൾറെഡി ഇൻ ടു ചർച്ച് മിനിസ്ട്രി, ഞങ്ങൾ ഒത്തിരി ബിസിയാ ആൻഡ് വിത്ത് ദ മിനിസ്ട്രി ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പം വാട്ട് ക്യാൻ ബി ഗ്രേറ്റർ? അപ്പം ദൈവം പറഞ്ഞു ലൈക്ക് യു വിൽ ബി ലൈക്ക് വില്യം കേരി and you will translate many books into different languages, and I will use you very powerfully in this generation to reveal Christ to many. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ബട്ട് ആസ് വി വർ പ്രേയിങ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു കോൾ വന്നു. ഇവിടെ ഡൽഹി തന്നെ താമസിക്കുന്ന ഒരു ദേവദാസന. ഹി കോൾഡ് മൈ ഹസ്ബൻഡ്, ഹീസ് എ വെരി സീനിയർ ലീഡർ, ആൻഡ് ഹി കോൾഡ് ആൻഡ് ഹി സെഡ് ഞങ്ങളുടെ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഫേം ഉണ്ടോ, പാസ്റ്റർ വന്ന് അതിൻ്റെ നാഷണൽ ഹെഡായിട്ട് ഫംഗ്ഷൻ ചെയ്യാവോ, വി വോണ്ട് ടു ട്രാൻസ്ലേറ്റ് ദ ബൈബിൾ ഇൻ ടു മെനി ലാംഗ്വേജസ്. അപ്പം ആ വർക്കിന് വേണ്ടി 2016 ഫസ്റ്റ് ബോബി ജോയിൻ ചെയ്തു. 2018 എനിക്ക് അവിടെ ഹിന്ദി ബൈബിൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഹിന്ദി ഓഡിയോ ബൈബിളിന്റെ റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി വച്ചൻ ഗോ ആപ്പിൽ നിങ്ങൾ പോയാൽ, അല്ലെങ്കിൽ ബൈബിൾ ആപ്പിൽ പോയാൽ ഹിന്ദി IRV വേർഷൻ, ഇന്ത്യൻ റിവൈസ് വേർഷൻ ഹിന്ദി, അതിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കേൾക്കാം. ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ബോംബെയിൽ ആയതുകൊണ്ട് എൻ്റെ ലാംഗ്വേജ് ഹിന്ദി ഒത്തിരി നല്ലതല്ലായിരുന്നു ഞാൻ ഡൽഹി വരുമ്പം. പക്ഷെ ബൈബിള് വായിച്ച് അങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചത്. ആൻഡ് ഈ ഒരു ലാംഗ്വേജിൽ അങ്ങനെ ബൈബിൾ വായിക്കുന്നത് തന്നെ എനിക്കൊരു വലിയ ടെസ്റ്റിമണിയാ. ബിക്കോസ് ഐ നോ ദാറ്റ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ കുഡ് നോട്ട് ഡു, ദാറ്റ് ഓൺലി ഗോഡ് ഹെൽപ്പ്. എന്നിട്ട് ലൈക്ക് ആ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ബോബിയെയും ദൈവം ഒത്തിരി പവർഫുള്ളി യൂസ് ചെയ്യാൻ തുടങ്ങി. 12 ഇന്ത്യൻ മേജർ ലാംഗ്വേജസിൽ ബൈബിൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. 1960 BSI വേർഷൻ ആയിരുന്നു ഹിന്ദിയിലുള്ള. അപ്പം ആ ബൈബിൾ റിവൈസ് ചെയ്തിട്ട് ആ ബൈബിളിൽ നിന്ന് ആ ലാംഗ്വേജ് എടുത്തിട്ട് ദെൻ വി ഹാഡ് ടു ഫ്രം ഗ്രീക്ക് ആൻഡ് ഹീബ്രു ആൻഡ് ഓൾ അത് മാപ്പ് ചെയ്തിട്ട് ഹി ട്രാൻസ്ലേറ്റഡ് റിവൈസ് ദ ബൈബിൾ ഇൻ 12 മേജർ ഇന്ത്യൻ ലാംഗ്വേജസ്. അതിൽ നിന്ന് പിന്നെ മൈനോറിറ്റി ലാംഗ്വേജസ്, ബൈബിൾ ഇല്ലാത്ത ലാംഗ്വേജസിൽ ബൈബിൾ ഓഡിയോ റെക്കോർഡിങ്സ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒത്തിരി ലാംഗ്വേജസിൽ ഇപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് ദ ബൈബിൾ ഇസ് ബീങ് ട്രാൻസ്ലേറ്റഡ്. ആൻഡ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ ആദ്യമായിട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വീഡിയോസ് റെഡിയാക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്ത് അതിൻ്റെ പെർമിഷൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കോവിഡ് സമയം, 2021. ആ സമയത്ത് എനിക്ക് മാർച്ചിൽ കോവിഡ് വന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് ഗോഡ് ഹീൽഡ് മീ. During that time, Pastor Bobby took very good care of me. And July, every day from March onwards, ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു പണി ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് വി കുഡൻറ്റ് ട്രാവൽ ബിക്കോസ് ഓഫ് കോവിഡ്. അപ്പം രാവിലെ 5 മണിയാകുമ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ടേബിളിൽ ജോലി ചെയ്യാനിരുന്നാൽ രാത്രി ചിലപ്പം 12 മണി 1 മണിയാവും. കാരണം ഓഫീസിലെ ജോലി ഉണ്ടായിരുന്നു. അതല്ലാതെ കോവിഡ് സമയത്ത് എല്ലാ മീറ്റിംഗ്സും ഓൺലൈൻ ആയിരുന്നു ചർച്ചിൻ്റെ. അപ്പം വേറെ വേറെ ചർച്ചസിൽ നിന്ന് ആൾക്കാർ ഞങ്ങളെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പം പാസ്റ്റർ ബോബി അന്ന് July 14 3 മെസ്സേജ് കൊടുത്തു. ഓഫീസിലെ ജോലിയൊക്കെ ചെയ്തിട്ട് 9:30 ആയപ്പം ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാതെ വർത്താനം പറഞ്ഞ് ചിരിച്ചൊക്കെ ഇരിക്കുമ്പം സഡൻലി ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് നോട്ട് ഫീലിംഗ് വെൽ. രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ആസിഡിറ്റി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി തൈര് കൊടുത്തു, ലിംക കൊടുത്തു, ഒന്നും റിലീഫ് വരുന്നില്ല. രാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കിടക്കാൻ ഒക്കുന്നില്ല, ക്യാൻ യു ചെക്ക് മൈ BP? ഞാൻ BP ചെക്ക് ചെയ്തപ്പം 88/68 ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പം പാസ്റ്റർ ബോബി എന്നോട് പറഞ്ഞു എന്നെ എയിംസ് ഇവിടെ മെഡിക്കൽ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോകരുത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, എന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇവിടെ ഫോർട്ടിസ് ഉണ്ട് വസന്ത് കുഞ്ചിൽ, അവിടെ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറയുകയും ചെയ്തു അതൊരു വലിയ എക്സ്പെൻസീവ് ഹോസ്പിറ്റലാണ്, അവിടെ പോകണോ? ഹി സെഡ് യാ അവിടെ പോയാൽ മതി, എയിംസിൽ പോകണ്ട. അപ്പം ഞാൻ ഫോർട്ടിസിൽ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യേണ്ടി വരും. കാരണം നേരത്തെ ഉള്ള ബ്ലോക്ക് അത് 100% ബ്ലോക്കാണ്. ഇപ്പോൾ ഒരു പുതിയ ബ്ലോക്ക് ഉണ്ട്, അതും 100% ബ്ലോക്കാണ്. ഇമ്മീഡിയറ്റ് സർജറി ചെയ്യണം. അപ്പം 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്താൽ ഇപ്പം ഇമ്മീഡിയറ്റ്ലി എടുക്കാം. പക്ഷെ അത് ഒത്തിരി റിസ്കിയാ, വി കനോട്ട് ഗിവ് യു ഗ്യാരണ്ടി. അപ്പം എന്ത് ചെയ്യണം, ഞാൻ ടോട്ടലി അങ്ങ് ബ്ലാങ്ക് ആയിരുന്നു. അപ്പം പക്ഷേ എല്ലാവരും അഡ്വൈസ് ചെയ്തു സർജറി ചെയ്ത് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അപ്പം സർജറിക്ക് വേണ്ടി ഞാൻ കൺസെൻറ്റ് കൊടുത്തിട്ട് സർജറി അന്ന് ചെയ്തു. ആ ടേബിളിൽ തന്നെ 2 അറ്റാക്ക് പാസ്റ്ററിനുണ്ടായി. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ഹി റിക്കവേർഡ്. 5 ദിവസം കഴിഞ്ഞപ്പം
ഒരു സർജറി കൂടെ ചെയ്യേണ്ടി വന്നു പ്രീവിയസ് ബ്ലോക്കിന് വേണ്ടി. ആ സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പം ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും ഹി വാസ് ഗെറ്റിംഗ് എ ലിറ്റിൽ ബെറ്റർ, ബട്ട് സൂൺ ആഫ്റ്റർവേർഡ്സ് ഹിസ് കണ്ടീഷൻ സ്റ്റാർട്ടഡ് ഡിറ്റീരിയേറ്റിംഗ്. ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വന്നു, കാരണം ലോങ് ടേം ICUയിൽ വെക്കാം, അതല്ലാതെ ഒക്കത്തില്ല വെന്റിലേറ്ററിൽ. അപ്പം ഡോക്ടേഴ്സ് അങ്ങനെ അഡ്വൈസ് ചെയ്തേ. എന്നിട്ട് ആ സമയങ്ങളിൽ ദൈവത്തെ ഒത്തിരി ആശ്രയിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി അറിയാനും ചർച്ചിൻ്റെ ആൾക്കാരുടെ ഒത്തിരി സഹകരണവും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി പാസ്റ്റർ ബോബി അറിയാവുന്ന ഡൽഹിയിലെ മിക്കവാറും എല്ലാ സീനിയർ ലീഡേഴ്സും പാസ്റ്റേഴ്സും ചർച്ചസ് ആൾക്കാരൊക്കെ അറിയായിരുന്നു. അപ്പം 24/7 പ്രെയർ, നാഷണൽ പ്രെയർ ടീം ചെയ്യുന്നുണ്ടായിരുന്നു. ലൈറ്റ് ദ വേൾഡ് മിഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ലൈക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം പാസ്റ്റർ ബോബിയുടെ BP ICUയിൽ ഡ്രോപ്പ് ആയ നേരത്ത് ഞാൻ അക്കൗണ്ട്സ് കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ബട്ട് ദാറ്റ് ടൈം ഐ ഹേർഡ് എ സോങ് ഇൻ മൈ മൈൻഡ്. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പം I literally hit my head that this is not what I want to hear. ഞാൻ എന്താ ഈ പാട്ട് കേൾക്കുന്നത്? I don't want to hear this song. ഈ പാട്ടല്ല എനിക്ക് കേൾക്കണ്ടേ. And then എനിക്ക് ലൈക്ക് ഹിസ് കണ്ടീഷൻ കെപ്റ്റ് ബിക്കമിങ് വേർഡ്സ്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം എനിക്ക് കുറച്ച് ലൈക്ക് കാശുണ്ടായിരുന്നു ടു ട്രീറ്റ് ഹിം ലൈക്ക് ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസത്തിന്. എല്ലാ ദിവസവും 1,00,000 രൂപ കൊടുത്താലേ അവർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ICUയിൽ ആയതുകൊണ്ട് എല്ലാ ദിവസവും എവിടുന്ന 1 lakh rupees ഞാൻ കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജസ്റ്റ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് ഐ ഹാഡ് മണി. അപ്പോൾ എൻ്റെ ഒരു സ്പിരിച്വൽ മദർ ഉണ്ട് ഡൽഹിയിൽ, പുള്ളിക്കാരുടെ പേര് റെവറൻഡ് മിനിലാൽ എന്നാ. മോറിസെറിലോസ് മിനിസ്ട്രീസിൻ്റെ കോർഡിനേറ്ററായിട്ട് പുള്ളിക്കാരി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, എന്തിനാ ഫോർട്ടിസിൽ കൊണ്ടുപോയ? ഇത്രയും എക്സ്പെൻസീവ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒത്തിരി റിച്ച് ആൾക്കാരും അവിടെ പേ ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബോബി പറഞ്ഞിട്ടാ ഹി വാണ്ടഡ് ടു ഗോ ദെയർ ഓൺലി. ഇതുവരെ ദൈവം പ്രൊവൈഡ് ചെയ്തു, ഇനിയും ദൈവം പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഷീ പ്രേഡ് എ prayer for me that day. And she said, God, you bless Blessy in such a way that she will be able to pay for all her husband's treatment and she will have enough money left to sow in your kingdom. ദൈവം ആ പ്രാർത്ഥന കേട്ടു. And Pastor Bobby 40 days cardiac ICUയിൽ വസന്ത് കുഞ്ച് ഫോർട്ടിസിലുണ്ടായിരുന്നു. ആ 40 days എന്നും ലൈക്ക് ആ മണി കൊടുക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. പുള്ളിക്കാരി പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ ഞാൻ വീട്ടിൽ പോയി. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് രാത്രി തുറന്നപ്പം ഞാൻ കാണുമായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇട്ടിട്ട് മിലാപ് ഫണ്ടിൽ ഞങ്ങളെ പാസ്റ്ററും എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടെ ഒരു മിലാപ് ഫണ്ട് ഞങ്ങളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 11 o'clock പേയ്മെൻറ്റ് ചെയ്യേണ്ട 1 lakh. ബട്ട് അതിന് 5 minutes മുമ്പേ എൻ്റെ അക്കൗണ്ടിൽ 1 lakh rupees വന്നിട്ടുണ്ടായിരുന്നു. ഫോർ ദ നെക്സ്റ്റ് 40 days that Pastor Bobby was in the hospital, every day before 11 o'clock എൻ്റെ അക്കൗണ്ടിൽ 1 lakh rupees വന്നിരിക്കുമായിരുന്നു. And I really experienced the provision and the love and care of God as believers kept pouring into the hospital. ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും എനിക്ക് കംഫർട്ട് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയൊക്കെ ചെയ്തു. And I'm so grateful to each one of them who came and supported us during that time. All the pastors and leaders who prayed round the clock during that time. I really thank you all. And പക്ഷേ ലൈക്ക് എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ലൈക്ക് പാസ്റ്റർ ബോബി ലൈക്ക് വിൽ ലൈക്ക് അബൌട്ട് ഹിസ് റിക്കവറി. ആൻഡ് 5 days before his death God showed me in a dream that ഞാനൊരു സ്വപ്നം കണ്ടു. പാസ്റ്റർ മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ പുള്ളിക്കാരൻ ബെഡിലില്ലായിരുന്നു. ഹിസ് ബെഡ് വാസ് എംപ്റ്റി. And God was trying to tell me that it was his time. പക്ഷെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. പക്ഷെ 26th August 2021 രാവിലെ ഒരു 3:26 he went home to be with the Lord. And I'm so grateful to God for his life, for his calling. കാരണം ഒരു ഷോർട്ട് ലൈഫ് ആയിരുന്നു. 47 yearsലാ പാസ്റ്റർ മരിച്ചത്. പക്ഷേ
ആ 47 ഇയേഴ്സിൽ ഒരു ഫുൾ ലൈഫ് ടൈമിന് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ ആ പർപ്പസ് പാസ്റ്റർ ബോബി ലൈഫിൽ പൂർത്തീകരിച്ചു. ആൻഡ് മൈ ക്വിറ്റിംഗ് ദ ജോബ്, അവർ ഗോയിങ് ഇൻ ടു ഫുൾ ടൈം മിനിസ്ട്രി, അതെല്ലാം ദൈവത്തിൻ്റെ ഒരു സമയമായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് താങ്ക് ഗോഡ് ഫോർ enabling us to take right decisions at the right time and fulfilling his purpose. ആൻഡ് പാസ്റ്റ് മരിച്ചു കഴിഞ്ഞ് അതിന് മുമ്പേ 2020 തന്നെ കോവിഡ് സമയത്ത് ഞാനൊരു കോഴ്സ് ജോയിൻ ചെയ്തു. ലൈറ്റ് ദ വേൾഡ് മിഷൻസ് എന്ന് പറഞ്ഞൊരു മിഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ മിഷൻ ആൻഡ് ലീഡർഷിപ്പിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വോളണ്ടറിലി ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. അവരൊരു ഹിന്ദി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പാസ്റ്റേഴ്സിനെയും ലീഡേഴ്സിനെയും നോർത്ത് ഇന്ത്യയിലെ മിഷൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. അതിൻ്റെ കോർഡിനേറ്ററും ട്രെയിനറുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം 3ാമത്തെ ബാച്ചാണ്. ആൻഡ് ആ സമയത്ത് തന്നെ BTHും MTHും ലൈഫ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി USA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ പ്രോഗ്രാം അവരുടെ ക്യാമ്പസ് ഇവിടെ നാഗ്പൂരിലുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചു. 4 ഇയർ കൊണ്ട് ചെയ്യുന്ന BTH 2 ഇയറിൽ ചെയ്യാൻ വിത്തിൻ 2 ഇയേഴ്സ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ആ കോവിഡ് സമയം ഒത്തിരി ഒരു ഫ്രൂട്ട്ഫുൾ സമയമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ ഉടനെ ലൈക്ക് പാസ്റ്റർ മരിച്ചു. ആൻഡ് ഐ വാസ് സോ സാഡ് ആൻഡ് ഷോക്ക്ഡ്. എൻ്റെ പിള്ളേരും ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഞങ്ങൾക്ക് അത് താങ്ങാൻ വയ്യാത്ത ഒരു ലൈക്ക് ഗ്രീഫായിരുന്നു. കാരണം ഓൾ ഓഫ് എ സഡൻ ആയിരുന്നു. ആൻഡ് വി വർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ പിള്ളേരും ലൈക്ക് ദേ വർ സോ സാഡ് ദാറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ പോലും ലൈക്ക് പുറത്തോട്ട് വന്നത് കഴിക്കാൻ പോലും ഒരു 6 മാസത്തോളം ഞാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. അവർ വരത്തില്ലായിരുന്നു. ആൻഡ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു പാസ്റ്റർ വന്നു. ആ പാസ്റ്റർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളോട് പ്രൊഫസി ചെയ്ത് എന്നോടും പറഞ്ഞു, പിള്ളേരോടും പറഞ്ഞു, ലൈക്ക് ഗോഡ് ഡസ് നോട്ട് വോണ്ട് യു ടു ബി ഓൾവേസ് ഇൻ ഗ്രീഫ്. എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. എന്നോട് പറഞ്ഞു, ഒരു വിഡോ ആയിട്ട് എപ്പോഴും ഇങ്ങനെ വിലാപിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. ഈ സിറ്റുവേഷനിൽ സിസ്റ്റർ നിൽക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ സാക്ഷ്യം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ കർത്താവ് ആൾക്കാരെ ടച്ച് ചെയ്യും. അവർ കരയുന്നതായിട്ട് യു വിൽ സീ ആൻഡ് ഗോഡ് വിൽ ബി മിനിസ്റ്ററിങ് അമംഗ് പീപ്പിൾ വെൻ യു മിനിസ്റ്റർ. അപ്പം ഞാൻ ചർച്ചിൻ്റെ ലീഡർഷിപ്പിലോട്ട് വരാൻ തുടങ്ങി. ബിക്കോസ് ആ സമയം ഹസ്ബൻഡ് മരിച്ച പിന്നെ ഐ ഹാഡ് ടു ടേക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചർച്ച്. അപ്പം ഞങ്ങൾക്ക് 3 അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരും സഹായിക്കുമായിരുന്നു. അങ്ങനെ ചർച്ച് മിനിസ്ട്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു വലിയ കരം ഞാൻ ആ സമയത്ത് അനുഭവിക്കാൻ തുടങ്ങി. പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി, ഹീലിങ്സ് നടക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബലം ദാറ്റ് ഗോഡ് ഇസ് വിത്ത് അസ്, ഹി ഹാസ് നോട്ട് ലെഫ്റ്റ് അസ് എന്നുള്ള ഒരു വലിയ ധൈര്യം വരാൻ തുടങ്ങി. പിള്ളേർക്കും ആ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഗോഡ് സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഗോഡ്ലി ഫ്രണ്ട്സ് ഇൻ ടു ദെയർ ലൈഫ്. ദേ സ്റ്റാർട്ടഡ് കമ്മിങ്. പിള്ളേർ ചർച്ചിൽ നിന്ന് വന്ന് വീക്കെൻഡ്സിൽ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ആ ഒരു ഇൻട്രാക്ഷനും അവരുടെ ആ ഗോഡ്ലി ഫെലോഷിപ്പും എൻ്റെ പിള്ളേർക്കും ഒരു വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ പിള്ളേരും പഠിക്കാൻ ലൈക്ക് ഡിഗ്രിക്കൊക്കെ ചേർന്നു. ആൻഡ് ഐ വാസ് ഓൾസോ ലൈക്ക് ബിസി വിത്ത് മിനിസ്ട്രി. ആൾക്കാർ വേറെ വേറെ ചർച്ചസിൽ നിന്ന് തന്നെ മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഐ വാസ് ജസ്റ്റ് മിനിസ്ട്രിങ് ഓൺലി ഇൻ മൈ ചർച്ച്. പക്ഷേ ദൈവം എന്നെ ആസാമിൽ കൊണ്ടുപോയി 1 മാസം മിഷൻ ട്രിപ്പിന് വേണ്ടി. അവിടെ വേറെ ഒത്തിരി വില്ലേജസിൽ പോയി മീറ്റിംഗ്സിൽ പ്രസംഗിക്കാനും ദൈവത്തിൻ്റെ വലിയ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മൂവ് ഞാൻ ആൾക്കാരുടെ ഇടയ്ക്ക് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ കാണാൻ തുടങ്ങി. കേരളയിൽ നാട്ടിലും പാസ്റ്റർ സജു മാവേലിക്കരയുടെ പാസ്റ്ററിൻ്റെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയറിന് ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം എന്നെ ഫോക്കസ് ഓൺ മിനിസ്ട്രി ആക്കി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ദൈവം എനിക്ക് കുറേ വർഷം മുമ്പേ തന്ന ഒരു ദർശനം എന്നെ ഓർമ്മിപ്പിച്ചു. ദാറ്റ് ഹി ഷോഡ് മീ ദാറ്റ് ഐ ഹാവ് ടു റൈറ്റ് ബുക്സ്. So I didn't know where to start, but one of my teachers guided me, and Pastor ബോബിയുടെ ലൈഫിൽ ഒരു ബുക്ക് എഴുതാൻ വേണ്ടി ആമസോണിലും ഒത്തിരി സൈറ്റ്സിൽ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചു. പാസ്റ്റർ ബോബി ഇൻവോൾവ് ആയ ഫീൽഡ് ഓഫ് മിനിസ്ട്രി ലൈക്ക് ചർച്ച് മിനിസ്ട്രി, ബൈബിൾ ട്രെയിനിങ്, ബൈബിൾ ട്രാൻസ്ലേഷൻ, അതിലെല്ലാം എക്സ്പേർട്സ് ആയ ആൾക്കാരും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഗൂഗിൾ ബുക്സിലും കിൻഡിലൊക്കെ അവൈലബിൾ ആണ്.
അതല്ലാതെ വേറെ ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയും ദൈവം എന്നെ സഹായിച്ചു. പാസ്റ്റർ ബോബിയുടെ ബുക്ക് എഴുതുമ്പം ആ ബുക്ക് എഴുതിയപ്പം ആ, ആ, ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ആ ടെസ്റ്റമനീസ് ഞാൻ എഴുതിയപ്പോഴും ഞങ്ങളെ അറിയാവുന്ന കോൺടാക്ട്സിലുള്ള ഒത്തിരി പേര് പാസ്റ്റർ ബോബിക്ക് വേണ്ടി അങ്ങനെ ലൈഫിനെ കുറിച്ച് എഴുതിയപ്പോഴും അതെല്ലാം ഞാൻ വായിക്കാൻ തുടങ്ങി, അതെല്ലാം കമ്പൈൽ ചെയ്യാൻ തുടങ്ങിയപ്പം അതെനിക്ക് ആക്ച്വലി ഒരു ഹീലിംഗ് ആയിരുന്നു. ഗോഡ് ഹീൽഡ് മീ ഓഫ് മൈ ഗ്രീഫ് ഡ്യൂറിങ് ദാറ്റ് ടൈം ആൻഡ് ഹെൽപ്പ് മീ ടു റിയലൈസ് ദാറ്റ് ദൈവം എന്തൊക്കെയാ, ലൈക്ക് ഗോഡ് ഹാസ് ഡൺ സോ മെനി marvelous things in our life. അത് ഓർത്ത്, like God told me also, like whenever you think of Pastor Bobby, you think of the good things that I have done in your life and thank God for his life. So that is what I do every time I remember Pastor Bobby. I think of all the good things that God has done in our life, and I feel comforted, I feel strengthened. And I want to say today to anyone who must be listening who is in grief, that God is our comforter. When you think it is the end, he has just begun in your life. That is what God helped me realize at that time. പാസ്റ്റർ മരിച്ചതിൻ്റെ അടുത്ത, ഐ തിങ്ക് 2023 ഞങ്ങളുടെ ഒരു തീം വേഴ്സ് ദാറ്റ് ഗോഡ് ഗേവ് മീ ഫോർ ദാറ്റ് ഇയർ വാസ് ഫ്രം ഐസായ 54 2 and 3. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് God restoring Israel. And that verse really actually strengthened me so much that uh, in that verse it is written that uh, you will be, God will not only restore you, but you will build the devastated, your descendants will build the devastated places. And അതൊരു കംഫർട്ടിംഗ് വചനമായിരുന്നു. യു ക്യാൻ റീഡ് ദാറ്റ് വേഴ്സ് വെൻ യു ഗെറ്റ് ടൈം, ഐസായ 54 2 and 3. ആൻഡ് ഞങ്ങളതൊരു ഞങ്ങളുടെ ചർച്ചിൻ്റെയും തീം വേഴ്സ് ആയിട്ട് അത് ഇടുമായിരുന്നു. enlarge the place of your tent. അങ്ങനെയായിരുന്നു ആ വേഴ്സ്. ആൻഡ് ദാറ്റ് ആ ഇയർ ഐ റിയലൈസ് that that verse came true in my life. That verse actually God brought about when I was doing the graduation for the Light the World Missions third for one of the batches. During that ceremony itself, the chief guest, he was from America, and he was touched by the testimony that I was sharing about how God led me, Pastor Bobbyയുടെ മരണത്തിന്റെ ആ സമയവും during the hospitalization and all that, and he was praying for his younger brother, a cousin brother of his. ആ ബ്രദറും ഒരു പാസ്റ്റർ ആയിരുന്നു ഇവിടെ ഡൽഹിയിൽ, സംഗം വിഹാറിൽ, പാസ്റ്റർ ജിജു മാത്യു. പുള്ളിക്കാരൻ്റെ വൈഫും ഇങ്ങനെ കോവിഡ് സമയത്ത് മരിച്ചുപോയി. ഒരു ഡോക്ടറുണ്ട്, കരിസ്മ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ. അപ്പം ആ പുള്ളിക്കാരൻ്റെ വൈഫും മരിച്ചു. എൻ്റെയും ടെസ്റ്റമനി കേട്ടപ്പം പുള്ളിക്കാരന് ഭയങ്കര ഒരു ലൈക്ക് കണക്ഷൻ തോന്നി. ആൻഡ് ഹീ ഫെൽറ്റ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് വാസ് ടെല്ലിങ് ഹിം ടു ഗെറ്റ് മൈ ഡീറ്റെയിൽസ്. അപ്പം ആ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ പാസ്റ്ററിനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ ഫോൺ നമ്പർ എടുത്ത് എൻ്റെ ഫാദറിനെ കോൺടാക്ട് ചെയ്യുമായിരുന്നു ആ പാസ്റ്റർ. ആൻഡ് അങ്ങനെ ഈ പ്രപ്പോസൽ വന്നു ഫോർ മാരേജ്. ഞാനപ്പം റെഡി അല്ലായിരുന്നു, കാരണം ഞാനൊരു വിഡോ ആയിട്ട് നെക്സ്റ്റ് 20 years ഓൾറെഡി പ്ലാൻ ചെയ്തു. ഐ വാണ്ടഡ് ടു ഗോ ഫോർ മിനിസ്ട്രി, ഐ വാണ്ടഡ് ടു റൈറ്റ് ബുക്സ്, ഐ വാസ് സീയിങ് മൈ ലൈഫ് ലൈക്ക് ദാറ്റ്. ബട്ട് and God reminded me that this same proposal മാർച്ചിലും ആ വർഷം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. and I had said no. It had come through another pastor, and because I was not ready for marriage yet. and പക്ഷേ എൻ്റെ പേരൻസ് എന്നെ കോൾ ചെയ്ത് എന്നെ അഡ്വൈസ് ചെയ്തു, and that you pray about it. This is God. They counsel me that this is God opening a way for you. And I prayed about it, and God gave me this, confirmed that proposal through the word of God and also a dream. And that made me, and it was not a dream, it was a vision. Yeah, it was a vision that God gave me, and that confirmed that this was God's intervention in my life. Appam November 2nd 2024 കഴിഞ്ഞ വർഷം അങ്കമാലി വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം. ആൻഡ് സിൻസ് ദെൻ ഞാൻ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തു. ഞാൻ ഇപ്പം കൊച്ചി അങ്കമാലി സിറ്റി ചർച്ചിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. ആൻഡ് ഒരു ചേർച്ച് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ലാൻഡ് ഞങ്ങൾ റീസെൻ്റ്ലി വാങ്ങിച്ചു, അതിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ ആസ്ക് യുവർ പ്രേയേഴ്സ് ബിക്കോസ് വി ഹാവ് സ്റ്റാർട്ടഡ് ദാറ്റ് കൺസ്ട്രക്ഷൻ ബൈ ഫെയ്ത്ത്. ആൻഡ് അവിടെ ദോ അങ്കമാലി ഒരു വലിയ ലൈക്ക് ക്രിസ്ത്യൻ പ്ലേസ് ആ, ഒത്തിരി ക്രിസ്ത്യൻസ് ഉണ്ട് ആ സ്ഥലത്ത്, പക്ഷെ ഒത്തിരി ട്രഡീഷണൽ ക്രിസ്ത്യൻസാ. ദൈവത്തിനെ അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന ഒത്തിരി പേര് ആ സ്ഥലത്തുണ്ട്. സത്യദൈവത്തെ അറിയാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ലൈക്ക് ആഫ്റ്റർ മൈ മാരേജ് ഐ ഹാവ് സീൻ ഗോഡ്സ് ഹാൻഡ് അറ്റ് വർക്ക് ഞങ്ങളുടെ ഫാമിലി ലൈഫിലും. ഞങ്ങൾ വിചാരിച്ചു ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ ലൈഫ്,
everything is over, but God had just begun. അങ്ങനെ ലൈക്ക് യൂട്യൂബിലും പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡും എന്നെയും ദൈവം സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡ് പേരൻസ് ഉണ്ട്. പാസ്റ്റർ IM കോശി, ഹീസ് എ പൈനിയർ ഇൻ മിഷൻ ഇൻ അങ്കമാലി. 3 ചർച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഡാഡിയെ ദൈവം സഹായിച്ചിട്ടുണ്ട്. മമ്മി ഏലിയാമ്മ കോശി. അങ്ങനെ അവരുടെ കൂടെ അവിടെ അങ്കമാലി സിറ്റി ചർച്ചിൽ പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയും പിള്ളേരുടെ ഫ്യൂച്ചറിന് വേണ്ടിയും. And whatever God has planned for our life, we want to accomplish that in this generation. And ഞങ്ങളുടെ ഡിസയർ, ഞങ്ങളുടെ ലൈഫിൽ ത്രൂ ആൾക്കാർ സത്യദൈവത്തെ അറിയണം. കർത്താവിൻ്റെ വരവിന് മുമ്പേ ഒത്തിരി പേര് ദൈവത്തിനെ ഞങ്ങളുടെ ലൈഫിൽ ത്രൂ അറിയാൻ വേണ്ടി ഞാൻ ഈ സാക്ഷ്യം with great love and honor for God, I want to actually commit this testimony into God's hands, that it will be a blessing to you all who listen. Thank you all for this listening to this testimony. And now I am working with a Christian organization where we train pastors and leaders and business people and NGO leaders in missions. അങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ സൗത്ത് ഏഷ്യ മൂവ്മെന്റ് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അരോമ TVക്കും ഞങ്ങളുടെ പാസ്റ്റർ ഡാനിയൽ ജോണിനും എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് I want to stop here. Thank you so much. Praise the Lord. Amen. Thank you, Tandrasi sister. ബ്ലസ്സി സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ വില സിസ്റ്റർ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പിന്നിട്ടതായ പാതകൾ, വളരെ ഏറെ പരിശോധനകളുടെയും പരീക്ഷകളുടെയും നടുവിലൂടെ തീച്ചൂളയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും അതിലൊക്കെയും പതറിപ്പോകാതെ പിന്മാറിപ്പോകാതെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മലയാളത്തിൽ അത് പൂർണ്ണമായിട്ട് പറയുവാൻ ഒരുപാട് സഫർ ചെയ്ത് ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എങ്കിലും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നേരത്തെ തന്നെ സിസ്റ്റർ അരോമ TVയുടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മലയാളത്തിൽ പറഞ്ഞ സാക്ഷ്യവും ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ളതായ ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോയും നമുക്ക് എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഏറെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ലഭ്യമായ ആ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ അനേകരെത്തുവാൻ തക്കവണ്ണം ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, ശുശ്രൂഷകൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ തുടരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സമയം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ആത്മീയമായി പ്രബോധനം ലഭിക്കുന്നതിനും ആത്മീയമായി തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുന്നതിനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ കർത്താവ് ഈ കാലയളവിൽ ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവനാമം അവരിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ. അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. പ്രേക്ഷകർക്ക് ആമേൻ. ഈ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും അവസരമുണ്ടല്ലോ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഈ സമയത്ത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. Let's pray. Father, we thank you for this blessed time that you have given us, Father. Thank you for enabling me to share my testimony, Father. Thank you for all that you have done in my life, Father. Thank you that you are a living God and there is none like you, O God. Lord, I commit each one of our viewers into your hands, Lord.
Thank you for each one of this precious brother and sister, Father. You know them, Father. You know their needs, O God. You know their heart, O Father. And we thank you that you have a great purpose in store for them, Father. Even as your word says, Father, no eye has seen, no ear has heard the good things that you have in store for those who love you, Father. Lord, I pray, Lord, that each one listening would be blessed, Father, that you would touch them, Father. The power of your word and the truth of you, Jesus, would be revealed unto them, Father. Even as you revealed yourself to me, Father, Lord, I pray that you would reveal yourself to your children, Father. And Lord, bless them, bless the work of their hands, bless their families. Father, in everything that they do, Lord, let your glory be revealed, Father, I pray, O God. Lord, at this time, if anybody is sick in their bodies, I, Father God, speak healing upon them in the mighty name of Jesus. Even as you healed me, Jesus, and revealed yourself as a healer, I declare healing in the name of Jesus. I rebuke every sickness, every evil power. Lord, let it leave their bodies in the mighty name of Jesus, Father. I pray, O God, that even as your word says, by the stripes of Jesus we are healed indeed. Lord, let your healing power, your healing virtue flow into their lives, Father, right now, Lord, as we are praying together. Lord, I also pray, Father God, that you would, Lord, use them mightily in this generation, Father, that many will acknowledge you alone, O Jesus, as King and God through each one of their lives. Thank you for hearing our prayer. Thank you for Aroma TV and for the wonderful ministry that they are doing, Father. Richly bless and reward, Father. Let many lives be blessed, Father God, and the fragrance or the aroma of you, Jesus, spread throughout the world through this ministry more and more as we await your coming, Jesus. Prepare each one of us for your coming, Lord. Thank you for hearing our prayer. We give you all glory, honor, and praise, Master, for you alone are worthy. In Jesus' mighty name we pray. ആമേൻ. താങ്ക് യു വൺസ് അഗെയിൻ പ്രിയ ബ്ലസ്സി സിസ്റ്ററെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളോടായി നന്ദി സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമാറ്റിയുടെ മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമഹിം കൂടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഓൺലൈനിലൂടെ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com